എന്റെ അടുത്ത് വന്ന രക്ഷകർത്താവിന്റെ ചില വാക്കുകൾ എന്റെ മനസ്സിൽ പതിച്ചിട്ടുണ്ട്. ബാബു എന്റെ അടുത്ത് വന്ന രക്ഷകർത്താവ്, ആ രക്ഷകർത്താവിന്റെ കുട്ടിയുടെ ഉന്നത പഠനത്തിന് വേണ്ടി എന്നെ സമീപിച്ചു. ബാങ്ക് ലോണിന് വേണ്ടി സമീപിച്ച രക്ഷകർത്താവിനോട് ഞാൻ ചോദിച്ചു, നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് സാർ 17 സെന്റ് സ്ഥലമേ എന്റെ വീടും പണവുമായി, ആ 17 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് എന്റെ പണയപ്പെടുത്തി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർക്കണം, വീടും പറമ്പും പണയപ്പെടുത്തി നിങ്ങളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ നിങ്ങളിൽ കാണുന്നത് നിങ്ങളിലുള്ള പ്രതീക്ഷയാണ്, നിങ്ങളിലുള്ള പ്രത്യാശയാണ്. ഒരുപക്ഷെ അറിവുള്ള അധ്യാപക രക്ഷകർത്താക്കളായിരിക്കില്ല. നമ്മളെപ്പോലെ സൗഭാഗ്യം കിട്ടി കലാലയങ്ങളിൽ പോയി പഠിക്കാനും അല്ലെങ്കിൽ ബാച്ചുലർ ആകാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിവുള്ള ഒരു രക്ഷകർത്താവല്ല എൻ്റെ അടുത്ത് വന്നത്. ഒരു കൂലിപ്പണിക്കാരന്റെ രക്ഷകർത്താവ്. അപ്പൊ പഠിക്കാത്ത രക്ഷകർത്താവിന് പോലും സ്വന്തം വീടും പറമ്പും പണയപ്പെടുത്തി അവന്റെ മകനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവനിലുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ